ഹായ്, പ്രിയാസ് ഡിലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു റെസിപ്പിയാണ്. നല്ല രുചിയുള്ള, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉള്ളിമുളക് ചമ്മന്തിയാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം കാണും. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതും നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല തീ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താലാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് വരിക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ വാളംപുളി ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് നുറുക്കിയിടാം. ഈ പുളിയും കൂടി ഇതിനകത്ത് കിടന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ ഈ വാളംപുളി പിഴിഞ്ഞല്ലേ എടുക്കാറ്. പക്ഷേ ഈ ചമ്മന്തിയിൽ നമ്മൾ ആദ്യം ഒന്ന് വഴറ്റണം. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഈ ചമ്മന്തി ശരിക്കും ഞങ്ങളുടെ അമ്മാമ്മ പറഞ്ഞു എന്താണ്, ഞങ്ങൾ അമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ അമ്മ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മയുടെ അടുത്തുനിന്ന് ചോദിച്ച് പഠിച്ചതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വേറെ കറിയൊന്നും വേണ്ട, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഇതിനകത്ത് കിടന്നൊന്ന് വറ്റണം. പൂർണ്ണമായിട്ട് വറ്റണ്ട, ഭയങ്കര ഡ്രൈ ആവാൻ പാടില്ല. ഈ ചമ്മന്തി ഒരു ചെറിയ ചാറ് മാതിരി വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മീഡിയം തീയിൽ കിടന്നൊന്ന് വറ്റണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, ഇത്രയും ചാറിൽ നമ്മൾ എടുക്കണം. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഇങ്ങനെ എടുക്കുന്നതാണ് ഈ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ്. അപ്പോഴാണ് നമുക്ക് ചോറിലൊക്കെ ഇട്ട് നന്നായിട്ട് ചാലിച്ച് കഴിക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റാം.